രണ്ട് വ്യത്യസ്ത വ്യക്തികളെയും അവർ ക്രൈസ്തവ വിശ്വാസത്തിൽ നൽകിയ സംഭാവനകളെയും കുറിച്ച് ഇന്ന് ചിന്തിക്കാം. ആദ്യ വ്യക്തി ഫ്രാങ്ക് മോറിസൺ. എഴുതാൻ വിസമ്മതിച്ച പുസ്തകം. ഫ്രാങ്ക് മോറിസൺ എന്ന അന്വേഷണാത്മക പത്രപ്രവർത്തകൻ 1930 എഴുതിയ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ ആ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന വിചിത്രമായ ഒരു പരാമർശമാണിത്. ഹൂ മൂവ്ഡ് ദ സ്റ്റോൺ? ആ കല്ല് നീക്കിയത് ആര് എന്നതാണ് ആ ചരിത്ര പ്രസിദ്ധ പുസ്തകത്തിന്റെ പേര്. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ക്രിസ്ത്യാനികൾ നടത്തുന്ന അവകാശവാദങ്ങൾ പൊള്ളയും അസത്യവുമാണെന്നും യഥാർത്ഥ ചരിത്രവുമായി അതിന് ബന്ധമില്ലെന്നും കരുതിയ വ്യക്തിയാണ് ഫ്രാങ്ക് മോറിസൺ. ജർമ്മൻ ലിബറൽ വേദശാസ്ത്രികളുടെയും ഹക്സിലിയ പോലുള്ള അജ്ഞേയവാദികളുടെയും സ്വാധീനത്താൽ എല്ലാവിധത്തിലുമുള്ള അത്ഭുതങ്ങളും നിഷേധിച്ച ഫ്രാങ്ക് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരിക്കലും നടന്നിട്ടില്ലെന്നും വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒരു ഐതിഹ്യം മാത്രമാണതെന്നും കരുതിപ്പോന്നു. യേശുക്രിസ്തുവിന്റെ വിചാരണ, വിധി, മരണം എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കണമെന്നും ചരിത്രം പഠിച്ച് ഉയർപ്പ് ഒരു അന്ധവിശ്വാസമാണെന്ന് തെളിയിക്കണമെന്നും അതെല്ലാം ഒരു പുസ്തക രൂപത്തിൽ എഴുതണമെന്നും ഫ്രാങ്ക് മോറിസൺ ആഗ്രഹിച്ചു. എന്നാൽ അതിന് സമയമൊത്തുവന്നത് ചില വർഷങ്ങൾക്ക് ശേഷമാണ്. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം മുതൽ ഉയർപ്പ് വരെയുള്ള സംഭവങ്ങളെ വളരെ വിശദമായി അദ്ദേഹം വിശകലനം ചെയ്തു. സുവിശേഷങ്ങളിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ നടന്ന സമയവും രീതിയും പഠനവിധേയമാക്കി. പശ്ചാത്തല വിശകലനം നടത്തി സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലൂടെ നേരിട്ട് നടന്ന് പരിശോധിച്ചു. ഉയർപ്പിന്റെ ആദ്യ സാക്ഷികളായ സ്ത്രീകളുടെയും മറ്റു പേര് പറഞ്ഞ ആളുകളുടെയും സാക്ഷിമൊഴികൾ വിശദമായി പഠിച്ചു. യേശുക്രിസ്തുവിന്റെ സഹോദരൻ യാക്കോബിന്റെയും ക്രൈസ്തവ മാർഗത്തിന് ഏറ്റവും ശക്തനായ എതിരാളിയായ തർശോശുകാരൻ ശൗലിന്റെയും മൊഴികൾ പരിശോധിച്ച് ജീവിത രൂപാന്തരം വിശകലനം ചെയ്തു. ഇത്രയുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ഫ്രാങ്കിന് ബോധ്യമായി. എന്താണോ താൻ ഭയപ്പെട്ടത് അത് സംഭവിച്ചിരിക്കുന്നു. യേശു ഉയർത്തിട്ടില്ല എന്നാണ് തെളിയിക്കാൻ ശ്രമിച്ചതെങ്കിലും യേശു ഉയർത്തു എന്നുള്ളത് നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമായി. അതുകൊണ്ടാണ് ആ കല്ല് നീക്കിയതാര് എന്ന തലക്കെട്ടിൽ പുസ്തകം എഴുതിയപ്പോൾ എഴുതാൻ വിസമ്മതിച്ചതാണ് ഈ പുസ്തകമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ രൂപാന്തരത്തെക്കുറിച്ച് ഫ്രാങ്ക് മോറിസന്റെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് അടിസ്ഥാനപരമായി ഒരു കുറ്റസമ്മതമാണ്. ആദ്യം ഒരുതരം പുസ്തകം എഴുതുവാൻ തുടങ്ങുകയും മറ്റൊന്ന് എഴുതുവാൻ സാഹചര്യങ്ങളുടെ ശക്തിയാൽ നിർബന്ധിതനാകുകയും ചെയ്ത ഒരു മനുഷ്യന്റെ കഥ. ഒരാൾ ഒരു കാട്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. കയറിപ്പോകുന്നത് ചിരപരിചിതവും എല്ലാവരും കയറുന്നതുമായ വഴിയിലൂടെയാണ്. എന്നാൽ പുറത്തിറങ്ങുമ്പോഴാണ് അതിശയം. എത്താൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ല, അതിന്റെ നേരെ മറുപുറത്താണ് എത്തുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകം വായനയുടെ ലോകത്ത് വലിയ കോളിളക്കം തന്നെ ഉണ്ടാക്കി. ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ചരിത്രപരതയും അനിഷേധ്യ സ്വഭാവവും ഒരിക്കൽ കൂടി ചർച്ചകളുടെ വിഷയമായി മാറി. ക്രിസ്തുവിനെ ഒരു ഐതിഹ്യമായി കാണാൻ കഴിയില്ലെന്നും പുനരുദ്ധാനം ഒരു കെട്ടുകഥയല്ല, ചരിത്ര യാഥാർത്ഥ്യമാണെന്നും അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ അവഗണിക്കാത്ത വിധം സത്യമാണെന്നും ഒരിക്കൽ കൂടി ഉറപ്പിക്കുവാൻ ആ പുസ്തകത്തിന് കഴിഞ്ഞു. സന്ദേഹവാദികളും അജ്ഞേയവാദികളും അവിശ്വാസികളുമായി നിരവധി പേരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ഫ്രാങ്ക് മോറിസിന് സാധിച്ചു. കോൾഡ് കേസ് ക്രിസ്ത്യാനിറ്റി. രണ്ടാമത്തെ വ്യക്തി ജെ വാർണർ വാലസ്. ജെ വാർണർ വാലസ് അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു കൊലപാതക ഡിറ്റക്റ്റീവാണ്. കോൾഡ് കേസുകൾ അഥവാ തെളിവുകളുടെ അഭാവത്താൽ തണുത്തുറഞ്ഞുപോയ കേസുകൾ, കുറ്റക്കാരെ കണ്ടെത്താനോ ശിക്ഷിക്കാനോ കഴിയാത്ത കേസുകൾ ഏറ്റെടുത്ത് പുനഃപരിശോധന നടത്തുന്ന അറിയപ്പെടുന്ന ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവാണ് വാർണർ വാലസ്. അദ്ദേഹം ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൾഡ് കേസ് ക്രിസ്ത്യാനിറ്റി. നിരന്തരമായ അന്വേഷണത്തിലൂടെ തുമ്പുകൾ കണ്ടെത്തി കൊലപാതകിയെ നിയമത്തിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്നതിൽ വാർണർ വാലസിന്റെ കഴിവ് അപാരമാണ്. ക്രൈസ്തവ വിശ്വാസത്തോടെ
പ്രത്യേക മമതയൊന്നുമില്ലാതെ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിൽ പോലീസിനെ സഹായിക്കുന്ന ജോലിയായിരുന്നു വാലസ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു നിരീശ്വരനായിരുന്നു. അങ്ങനെയിരിക്കെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം പള്ളിയിൽ പോകുവാൻ തുടങ്ങി. ഒരു സഭയിലെ പ്രസംഗം അദ്ദേഹത്തെ സ്വാധീനിച്ചു. വിശ്വാസങ്ങളെക്കുറിച്ച് ശക്തമായി പ്രസ്താവിച്ച പാസ്റ്റർ ക്രൈസ്തവ ലോകവീക്ഷണത്തിന്റെ സമഗ്രതയെക്കുറിച്ച് വാചാലനായി സംസാരിച്ചു. സഭയെ മാത്രമല്ല, പാശ്ചാത്യ ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നത് ക്രൈസ്തവ ലോകവീക്ഷണത്തിന്റെ ശക്തമായ അടിത്തറയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും വലിയ അവകാശവാദങ്ങൾ ഉയർത്തിയ ആ പ്രസംഗം കേട്ട ശേഷം ഒരു ബൈബിൾ വാങ്ങി വായിക്കുവാൻ വാർണർ വാലസ് തീരുമാനിച്ചു. പലരും ആരോപിക്കുന്നത് പോലെ ക്രൈസ്തവ വിശ്വാസം ഒരു അന്ധമായ യുക്തിരഹിതമായ വിശ്വാസം അല്ലെന്നും അത് വ്യക്തമായ തെളിവുകളിന്മേൽ അടിസ്ഥാനപ്പെട്ട ഒരു ബോധ്യമാണെന്നും അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ തെളിയിച്ചു തന്നു. എന്തിന് തെളിവുകൾ തേടി പോകണം, വിശ്വസിച്ചാൽ പോരെ എന്ന നിലപാട് യുക്തിസഹമല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ക്രൈസ്തവ വിശ്വാസം തെളിവുകളുടെ ഉറപ്പിൽ നിൽക്കുന്ന ഒന്നാണ്. ക്രൈസ്തവ വിശ്വാസം ആധാരപ്പെട്ടിരിക്കുന്നത് പുനരുദ്ധാനം എന്ന ചരിത്ര സംഭവത്തിലാണ്. ആ സംഭവമാകട്ടെ പരിശോധിക്കാനും തെളിവുകളുടെ സഹായത്താൽ ഉറപ്പിക്കാനും കഴിയുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. ക്രൈസ്തവ ജീവിതം ചാഞ്ചല്യം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിന്റെ യാഥാർത്ഥ്യം വ്യക്തിനിഷ്ഠമായ അനുഭവത്തിലല്ല, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തിൽ തന്നെ ഉറപ്പിക്കണമെന്ന് വാർണർ വാലസ് ഊന്നിപ്പറയുന്നു.